கண்டோ எங்கன்றா சாவர கான் பாடுபடு வந்து ஓடு 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 வரு ஓடு ஓடு ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഒരു പാർട്ടി നടക്കുകയായിരുന്നു, ഫ്രണ്ട്സ് തമ്മിൽ പാർട്ടി നടക്കുകയായിരുന്നു. ആ പാർട്ടിനകത്ത് ഒരു ചെറിയ ലിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് 1 പെഗ് കംപ്ലീറ്റ് ചെയ്തില്ല, അപ്പോഴത്തേക്കും ആ പയ്യന്റെ മേത്ത് എന്തൊക്കെയോ ബാധ കയറണ പോലെ ആ പയ്യനും തോന്നി. അവനവിടെ കിടന്ന് ചാടി അലറി കരയാനൊക്കെ തുടങ്ങി. കൂട്ടുകാരെ പിടിച്ച് കിടത്തിയിട്ട് കാണിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടു, പക്ഷെ ഒരു രീതിയിലും അത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഹലോ ഗായ്സ്, ഹായ്. അപ്പോൾ ഈ കണ്ട വീഡിയോ എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ അതാണ് സംസാരിക്കാൻ വരുന്നത് കേട്ടോ. അപ്പോൾ ചാനൽ കാണുന്നതിൻ്റെ മുമ്പ് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഞാൻ നിരന്തരമായിട്ട് കാണുന്ന 1-2 ചാനലാട്ടോ, അത് യൂട്യൂബ് ചാനലാണ്. അതിലൊന്നാണ് വൈഡ് ആംഗിൾ റിവ്യൂസും അതുപോലെ തന്നെ ഡെയറിങ് സൂര്യ. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു പോപ്പുലറായിട്ടുള്ള ഗോസ്റ്റ് റിവ്യൂസ് പറയുന്നതും ഗോസ്റ്റ് കാര്യങ്ങൾ കാണിക്കുന്നതും ഒരു 2 ചാനലാണ്. ഓക്കെ, അപ്പം ഈ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഈ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ അതുപോലെ ഇവർക്ക് ഫേസ്ബുക്ക് പേജും ഉണ്ട് കേട്ടോ. ഈ 2 ചാനലായിരിക്കും, ഡെയറിങ് സൂര്യക്കും ഉണ്ട്, വൈഡ് ആംഗിൾ റിവ്യൂസ്. ഓക്കെ, അപ്പോൾ ഇവർ മെയിനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതും കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നതും ഈ പ്രേതമായി ബന്ധപ്പെട്ട ഗോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. വൈഡ് ആംഗിൾ റിവ്യൂസിലുള്ള ആളായാലും ഡെയറിങ് സൂര്യ ആണെങ്കിലും ഗോസ്റ്റ് കാര്യങ്ങൾ, പ്രേതമുണ്ട്, ഗോസ്റ്റ് ഉണ്ട്, അങ്ങനെ ആൾക്കാരുണ്ട്, അങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ള കാര്യമാണ് അവർ കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒരു മെസ്സേജാണ് അവർ സൊസൈറ്റിക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ചാനലിൻ്റെ മെയിൻ ഉദ്ദേശം അതാണ്. അപ്പോൾ ഈ ചാനൽ ഒരുപാട് കാലമായിട്ട് ഈ ചാനലിൽ ഇതുപോലത്തെ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിരന്തരമായിട്ട് കാണുന്ന വീഡിയോസ് കാര്യങ്ങളുണ്ട് കേട്ടോ. രാത്രി കാണാൻ പാടില്ല, അങ്ങനെ കുറേ സംഭവങ്ങളാണ് ഇവർ അത് പറയുന്നത്. കുട്ടികൾ കാണരുത്, പേടിയുള്ളവർ കാണരുത്, അങ്ങനെയൊക്കെയുള്ള കുറേ ഇതവർ സംസാരിക്കുന്നുണ്ട് ഈ ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ, എസ്പെഷ്യലി ചെറുപ്പക്കാരികൾ, കുട്ടികൾ, ഇവരിലുണ്ടാക്കുന്ന ഒരു ഭീതി, ഭയം എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചാനലിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിഞ്ഞു. ഇവിടെ മറ്റുള്ളവരെ പേടിപ്പെടുത്താനാണോ, അതോ മറ്റുള്ളവർക്ക് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് ഉറക്കം നഷ്ടപ്പെടാനാണോ, എന്താണ് അവരുടെ ഉദ്ദേശം? അപ്പോൾ ഈ ഡെയറിങ് സൂര്യ എന്ന് പറഞ്ഞ യൂട്യൂബറെ ഇതിൻ്റെ താഴെ ഞാൻ കമൻറ്റ് പണ്ടിട്ടിട്ടായിരുന്നു നിങ്ങളതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത്. കാരണം പുള്ളി ചെയ്യുന്ന വീഡിയോസ് മെയിനായിട്ട് ഓരോ സ്ഥലത്ത് പോവുക, പഴയ ബിൽഡിങ്, ഒഴിഞ്ഞ് കിടക്കുന്ന വീടുകൾ, ബംഗ്ലാവ്, അങ്ങനെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് വീഡിയോസ് ചെയ്യുക, അവിടെ പ്രേതമുണ്ട് എന്ന് സ്ഥാപിക്കുക, 1-2 പേരെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുക, സൗണ്ടൊക്കെ ഇങ്ങനെ ആൾക്കാരെ കേൾപ്പിക്കുക, അങ്ങനെ കുറേ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ കാണിക്കുക, എന്നിട്ട് നമ്മുടെ ഉറക്കം കംപ്ലീറ്റ് നഷ്ടപ്പെടുത്തുക. അവരതിന് പറയുന്ന പേര് എൻ്റർടൈൻമെൻ്റ് എന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ അന്ന് അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടപ്പോൾ അയാൾ എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് പറഞ്ഞു ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആണെന്ന്. അപ്പം അങ്ങനെ സംഭവം ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം. എൻ്റർടൈൻമെൻറ്റ് എന്ന് വെച്ചാൽ എന്താ, ഒരാളെ ആസ്വദിപ്പിക്കുക. അപ്പോൾ അങ്ങനെ റിയാലിറ്റി ഇല്ല, അവർ ചുമ്മാ നാടകം, ഡ്രാമ ചെയ്യുക എന്നാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തിനാണ് ഇങ്ങനെ ഡ്രാമേൻ്റെ ആവശ്യം? ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ? നിങ്ങളൊരു കാര്യം, ഇപ്പോൾ ഡെയറിങ് സൂര്യ ആണെങ്കിലും ഈ പറഞ്ഞ വൈഡ് ആംഗിൾ റിവ്യൂസ് ചെയ്യുന്ന ആളാണെങ്കിലും പുള്ളി ചെയ്യുന്ന മൊത്തം ഗോസ്റ്റുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ്. അതായത് ഗോസ്റ്റ് ഇങ്ങനെ ഒരു സ്ഥലത്ത് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് വീഡിയോ ചെയ്യുക, ഷോർട്സ് ചെയ്യുക, അവിടെ തന്നെ നടന്നു, ഇവിടെ അങ്ങനെ നടന്നു, മറ്റൊരുത്ത് അത് നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഗോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ വീഡിയോ ചെയ്യാം. ഡെയറിങ് സൂര്യ ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോ സ്ഥലത്തൊക്കെ പോയിട്ട് ബിൽഡിങ്, ബംഗ്ലാവൊക്കെ പോയിട്ട് അവിടെ അങ്ങനെ ഗോസ്റ്റ് ഉണ്ടെന്ന് സ്ഥാപിക്കുന്ന രീതിയിലുള്ള കുറേ വീഡിയോസും കാര്യങ്ങളും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിട്ടാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാരുടെ ഇടയിൽ ഭയങ്കര അധികം പേടി ഉണ്ടാക്കിയെടുക്കുക, അത് ആൾക്കാർക്ക് ഭയം ഉണ്ടാക്കിയെടുക്കുക. അതായത് ഇങ്ങനെ സംഭവമുണ്ട്, പ്രേതങ്ങളുണ്ട്, ഭൂതമുണ്ട്, പിശാചുണ്ട്,
എന്നുള്ള പേടി ഉണ്ടാക്കിയെടുക്കുക. പല രീതിയിലുള്ള പേരുകളുണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് ആൾക്കാരിലൊരു വല്ലാത്തൊരു ഭയം ഉണ്ടാക്കിയെടുക്കുക. കുട്ടികളിത് കാണും, ഓഫ് കോഴ്സ് കുട്ടികളിത് കാണാതിരിക്കില്ല. കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകാൻ പോകുന്നൊരു എന്തായിരിക്കും അവരുടെ ചിന്താഗതി? രാത്രി ഉറങ്ങാൻ കഴിയില്ല, ബാത്റൂം പോകാൻ പോലും ആൾക്കാർ പാരൻസ് ഞങ്ങൾ വേണ്ടി വരും. അതുപോലെ തന്നെ അവർക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ പേടിയായിരിക്കും കുട്ടികൾക്ക് പേടി, അങ്ങനെ സംഭവം. കുട്ടികളിലൊക്കെ പേടി പെട്ടെന്ന് പിടിപെടാൻ ചാൻസ് ഉണ്ട്. ഒരു പ്രായത്തിൽ അതൊക്കെ പിടിപെട്ട് കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റിയെടുക്കാൻ. അതുപോലെ തന്നെ യുവാക്കളിൽ ഉണ്ടാക്കുന്ന ഭീതി, പല ആൾക്കാരും ഉണ്ടാക്കുന്ന ഒരു ഭയം, ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ പ്രേതമുണ്ട്, ഭൂതമുണ്ട്, ഗോസ്റ്റ് ഉണ്ട്, ഡബിൾസ് ഉണ്ട്, ജിന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് എൻ്റർടൈൻമെൻറ്റാണെന്ന് അവർ പറയുന്നുണ്ടാണ്. എന്തർത്ഥത്തിൽ എൻ്റർടൈൻമെൻറ്റാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുപോലത്തെ യൂട്യൂബ് ചാനലിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ഇതിൻ്റെ വീഡിയോസ് കാണുമ്പം ഇതിൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ കമൻസ് ഇടാറുണ്ട്. ഇപ്പം ഡയറിങ് സൂര്യൻ്റെ ആയാലും മറ്റുള്ള ചാനലായാലും പല രീതിയിലുള്ള കമൻസ് ഇടുന്നുണ്ട്. മോശപ്പെട്ട കമൻസ് അല്ല. ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനത്തെ ചാനലൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് എൻ്റർടൈൻമെൻറ്റാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ചാനലിന് കിട്ടുന്നത്? ആൾക്കാരെ പേടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ആൾക്കാരെ ഭീതിപ്പെടുത്തിയിട്ട് നിങ്ങൾ അതുകൊണ്ട് എന്ത് പ്രോഫിറ്റാണ് കിട്ടാൻ പോകുന്നത്? ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് സ്ഥാപിച്ചിട്ട് അപ്പം ആളുകൾക്ക് പേടിച്ച് ആൾക്കാർ ജീവിക്കണം എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഇത് വളരെയധികം നമുക്കൊരു പേടി പിടിപെട്ട് കഴിഞ്ഞാൽ അത് നമ്മളെല്ലാ കാര്യത്തിലും ബാധിക്കും. ഉറക്കം, ജോലി, നമ്മൾ നിത്യം ചെയ്യുന്ന കാര്യങ്ങളിൽ അത് വല്ലാത്ത മാനസിക നിലയെ തന്നെ ബാധിക്കും, വളരെയധികം ബാധിക്കും. അപ്പോൾ അതൊന്നും ഓർക്കാതെയാണ് ഈ പറഞ്ഞ ആൾക്കാർ ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്ത് പ്രൊമോട്ട് ചെയ്യുന്നത്. അത് കാണാൻ കുറച്ച് ഒരിക്കലും ഇതൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. കാരണം ഞാനിത് ഈ 2 ചാനലായാലും ചെയ്യുന്ന പരിപാടിക്ക് ഒട്ടും സപ്പോർട്ടല്ല. കാരണം ഇത് ഒരുപാട് ആൾക്കാരെ ബാധിക്കുന്നൊരു കേസാണ്. കുട്ടികൾ ഉൾപ്പെടെ, കുട്ടികൾ എന്തായാലും ഇതുപോലത്തെ വീഡിയോസ് ഇരുന്ന് കാണും. അപ്പോൾ അവർക്ക് ആ പേടിയൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ അത് മനസ്സൊന്നും ഒരിക്കലും പോകില്ല. കുട്ടിക്കാലത്ത് ബാധിച്ച കാര്യങ്ങളൊന്നും മനസ്സൊന്നും ഒരിക്കലും പോകുന്നതല്ല. അപ്പോൾ ഇതുപോലത്തെ ചാനൽ സത്യം പറഞ്ഞാൽ പൂട്ടിക്കെട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊക്കെ ഈ ആൾക്കാരെ പേടിപ്പിക്കുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ട് നല്ല രീതിയിലുള്ള കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈ ഗോസ്റ്റ്, ഡെവിൾസ്, ജിന്ന്, ഭൂതം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെറുതെ ആൾക്കാരെ പേടിപ്പിക്കേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ. അത് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഗൈസ്, സ്കൂളൊന്നും പറയല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ്.